ചൈനയിലൊട്ടാകെ ഒരു വൈറസ് പടർന്ന് പിടിച്ച് വീണ്ടും COVID-19 സമാനമായിട്ടുള്ള ഒരു സംഭവം വീണ്ടും വന്നു ചേരുന്നുണ്ട്. വീണ്ടും നമ്മളൊരു ലോക്ക്ഡൌണിലേക്ക് പോകും എന്നൊക്കെ വളരെ ഭീതി പൂർണ്ണമായിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്താണ്? ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എങ്ങനെയാണ് അത് പകരുന്നത്? അത് പുതിയൊരു വൈറസ് ആണോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ബഷാർ MP, മെഡിക്കൽ ഓഫീസർ, മദർ ഹെൽത്ത് കെയർ. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്നത് ഒരു പുതിയ വൈറസ് അല്ല. 2001 കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വൈറസാണ്, ഒരു RNA വൈറസാണ്. ഇത് സാധാരണ ശൈത്യകാലത്തിലെ ശൈത്യ മേഖലയിൽ, കൊടും തണുപ്പുള്ള മേഖലയിൽ, കൊടും തണുപ്പുള്ള കാലത്ത് ഉണ്ടാകുന്ന ഒരു തരം വൈറസ് ഔട്ട്ബ്രേക്സ് ആണ്. സാധാരണഗതിയിൽ COVID-19 പോലെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലെ അല്ലെങ്കിൽ അതുപോലെ കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ചില വൈറസിനൊക്കെ പോലെ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് സാധാരണഗതിയിൽ ഈ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് നമുക്ക് ബാധിക്കുന്നത്. എന്നാൽ ചില ആളുകളിൽ, ഈ പ്രായം കുറഞ്ഞ കുട്ടികൾ അല്ലെങ്കിൽ വയസ്സ് കൂടിയിട്ടുള്ള ആളുകൾ, എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളുള്ള ആളുകൾ, ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആളുകളിൽ അത് ചിലപ്പോൾ എന്താക്കാം, കോംപ്ലിക്കേഷനിലേക്ക് പോവാം. ന്യൂമോണിയ പോലെ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് പോലെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസിലേക്ക് ഇത്തരം ആളുകളിൽ ചിലപ്പോൾ പോവാം. അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ ഒരുമിച്ച് ഈ അസുഖം വ്യാപിക്കുകയും, ഒരു ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിൽ ഒരുമിച്ച് വ്യാപിക്കുകയും, പ്രായം കുറഞ്ഞ ആളുകൾ, അതുപോലെ വലിയ തീരെ ചെറിയ കുട്ടികൾ, പ്രായം കൂടുതലുള്ള ആൾക്കാർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ, ഇത്തരം ആളുകളിലേക്ക് ഒരുമിച്ച് വ്യാപിക്കുകയും ഒരുമിച്ച് ഹോസ്പിറ്റലൈസേഷൻ വരികയും ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാനുള്ള, സപ്പോർട്ടീവ് കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലാതിരിക്കുകയും ചെയ്യുകയാണ് ഒരുമിച്ച് ഡെത്തുണ്ടാവുകയും ശ്മശാനങ്ങൾ നിറയുന്നവർക്ക് വാർത്തകൾ വരുന്നത്. ഇത് COVID-19 സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഇതിന്റെ ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് തുമ്മുമ്പോഴോ, നമ്മൾ രോഗിയായിട്ടുള്ള ഒരാൾ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ വരുന്ന സ്രവം ഡയറക്റ്റ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളിലേക്ക് സ്പ്രെഡ് ആകുന്നതിലൂടെ, അല്ലെങ്കിൽ തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ നമ്മുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങൾ ഒരു പ്രതലത്തിൽ സ്പർശിച്ചിട്ട് ആ പ്രതലം തൊട്ട് ആ കൈ കൊണ്ട് മൂക്കിലേക്കോ വായിലേക്കോ കൈ കൊണ്ടുവന്ന സമയത്ത് ഈ അസുഖം മറ്റൊരാളിലേക്ക് പകരാം. ഒരാളിലേക്ക് ഈ അസുഖം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3 മുതൽ 6 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ കോൾഡിന്റെ ഇൻഫ്ലുവൻസയിലേക്ക് ലക്ഷണങ്ങളുണ്ടാവും. ജലദോഷം ഉണ്ടാവും, തൊണ്ടവേദന ഉണ്ടാവും, ശക്തമായ തലവേദന ഉണ്ടാവും, പിന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ ലക്ഷണങ്ങളാണ്. ഇത്ര ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഉള്ള ആൾക്കാരിൽ കൂടുതൽ അസുഖങ്ങൾ വ്യാപിക്കുകയും ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസും ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് കൂടുതൽ സപ്പോർട്ടീവ് കെയർസ് ആവശ്യമുണ്ടാവും. ഇതിന് പ്രത്യേകിച്ച് ഡയറക്റ്റ് ട്രീറ്റ്മെന്റ്, ആന്റിവൈറലോ അല്ലെങ്കിൽ വാക്സിനേഷനോ അങ്ങനെയൊന്നുമില്ല. പ്രിവെൻഷന് വേണ്ടിയിട്ട് വാക്സിനേഷനോ കാര്യമൊന്നുമില്ല. ഇതിന് സപ്പോർട്ട്, പനി ഉണ്ടെങ്കിൽ പനീൻ്റെ കൂടെ കൊടുക്കുക, ജലദോഷത്തിന്റെ കൂടെ കൊടുക്കുക, അങ്ങനെ സപ്പോർട്ടീവ് മെഷേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെന്റ്. ഇതൊരു ട്രീറ്റ്മെന്റ് ഒന്നും പ്രത്യേകിച്ച് അതിനൊരു ട്രീറ്റ്മെന്റ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് COVID-19 എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് അതുപോലൊക്കെ ശ്രദ്ധിക്കാം. വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇടുക, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ കർച്ചീഫ് ഉപയോഗിച്ചോ മറ്റത് കവർ ചെയ്യുക. അങ്ങനെ അസുഖമുള്ള ആൾക്കാരുമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള വെന്റിലേഷൻ ഇല്ലാത്ത റൂമിൽ ചെലവഴിക്കാതിരിക്കുക. അങ്ങനെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുക. പക്ഷെ ഈ സമയത്ത് ചൈനയുടെ ഒരു വടക്കൻ പ്രവിശ്യയിൽ മാത്രമാണ് ഇപ്പോൾ ഈ അസുഖം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഏരിയയിലൊന്നും ഇത് സ്പ്രെഡ് ആയിട്ടില്ല. ചൈനയിൽ തന്നെ ഒരുപാട് വീഡിയോസ് വ്ളോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഏരിയയിലൊന്നും ഈ വൈറസിന്റെ വ്യാപനം ഇല്ല, പിന്നെ ന്യൂസും വായിച്ചിരുന്നോ, വൈറസ് നോക്കിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ചൈനയുടെ ചില ഏരിയയിൽ മാത്രമാണ് ഇത്തരം വൈറസുകൾ വ്യാപിച്ചിട്ടുള്ളത്. അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഇപ്പോൾ നിലവിൽ ഈ വൈറസ് വ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ശൈത്യ മേഖലയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഇത് ചിലപ്പോൾ ആ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സെറ്റിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിലവിൽ പേടിക്കേണ്ടതില്ല. ഇത് ഈ വാർത്ത കേട്ടിട്ട് വളരെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിലും അവരെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു.